എൻ്റെ പേര് മെർലിൻ. ഞാനിവിടെ ചവറ പഞ്ചായത്തിലെ കരുത്തറ വാർഡിലെ കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ ആണ്. തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മേറ്റും കൂടിയാണ്. എൻ്റെ പേര് ഷേർലി, ഞാൻ തൊഴിലാളി. ഇപ്പം ഞങ്ങൾ ഈ കാറ്റാടി വെച്ചതിൻ്റെ ഉദ്ദേശം കുഞ്ഞു തൈയായിരുന്നു അന്ന്. അപ്പം അത് IREയും NRGS മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെച്ചതാണ്. ഞങ്ങളുടെ വാർഡിൽ തൊഴിൽ ഇല്ല, വളരെ കുറവാണ്. അപ്പം നമ്മൾ പലരുടെ അടുത്തും ചെന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കാറ്റാടിയുടെ കുഞ്ഞു തൈകളാണ് കിട്ടിയത്. ഞങ്ങളത് വെള്ളം ഒഴിച്ച് പരിപാലിച്ച് ഈ രീതിയിലാക്കി എടുത്താണ്. അപ്പം ഞങ്ങളുടെ കടലിനെ സംരക്ഷിക്കുക, തീരത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് IRE ഖനനം ചെയ്ത ഭൂമിയാണ്. അപ്പം അവർ തിരിച്ച് അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം കടൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കടൽ തീരത്ത് ഇത് വെച്ച് പിടിപ്പിച്ച കണ്ടൽ കാടിന് പരമായിട്ട് കാറ്റാടി വെച്ച് പിടിച്ച ഇപ്പം ഞങ്ങൾ തെങ്ങും പറങ്കിമാവിൻ്റെ തൈകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഞങ്ങൾക്ക് IRE ഖനനം ചെയ്ത് കടൽ തീരത്ത് അങ്ങറ്റം പള്ളി വരെയുള്ള സ്ഥലം ഇങ്ങനെ വെക്കാനായിട്ട് അവർ ഡ്രഡ്ജ് ചെയ്ത് സ്ഥലം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇത് വെച്ച് ഇനി ഇത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഹരിത മിഷനുമായിട്ട് ചേർന്ന് ഹരിത മിഷനും IRE ചവറ പഞ്ചായത്തിന്റെ NRGS ഇത് പഞ്ചായത്തുമായിട്ട് ചേർന്നാണ് ഇതിപ്പം ഞങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇത് സെന്റിന്റെ ഭാഗമായിട്ട്, അങ്ങനെ സെന്റല്ല, IRE ഡ്രഡ്ജ് ചെയ്ത് കടൽ തീരം തരുന്നത്. IRE മുതൽ പള്ളി വരെ ഉള്ള അത്ര സ്ഥലമായിട്ട് ഇതെല്ലാം ഡ്രഡ്ജ് ചെയ്തിട്ട് അവർ ഫില്ല് ചെയ്ത് തരുന്ന സ്ഥലത്ത് നമ്മൾ ഇതങ്ങ് വെച്ചോണ്ടിരിക്കുന്നത്. ഇത് വെക്കുന്നോണ്ടുള്ളവരെ കാറ്റിനെ ശ്രമിക്കാം. കടലിൽ നിന്ന് വരുന്ന കാറ്റ് പരിസരത്തുള്ള താമസക്കാർക്കാണെങ്കിൽ കൂടുതലായിട്ട് അവർക്കത് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ കടൽ കയറുന്നതിന് ഒരുപാട് സഹായമാണ്, തടയാനായിട്ട് വളരെ സഹായമാണ്. ഇത് നട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ 1 ദിവസത്തെ കൂലി നമ്മുടെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ചേർത്ത് 1 ദിവസത്തെ കൂലി 5 ദിവസം രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചതിന് ഫലമായിട്ട് ഇവർക്ക് കിട്ടിയത്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തെ കൂലിയേ കിട്ടിയിട്ടുള്ളൂ. എല്ലാം ഞങ്ങൾ തന്നെയാണ് നടുന്നതും. എല്ലാവരും ഇത് പിന്നെ കുഴിച്ച് വേലി കെട്ടി സൈഡെല്ലാം പോകാതിരിക്കാൻ വേലി കെട്ടി കുഴിച്ച് പരിപാലിച്ച് പരിവാക്കി എടുത്ത ഇത് റൊട്ടേറ്റ് ചെയ്ത് ആദ്യം നമ്മൾ പിന്നെ 15 പേർക്ക് കൊടുത്ത് പിന്നെയും 15, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മൊത്തം 65 തൊഴിലാളികളാണ് എല്ലാവരും. എല്ലാ സ്ത്രീകളായിരുന്നു, ഒരു പുരുഷനുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ വർക്കിലുണ്ട്. ബാക്കി എല്ലാ സ്ത്രീകൾ തന്നെയാണ്. ഇവിടെ ഇതുവരെ ജീവിതത്തിൽ 100 പണി കിട്ടിയിട്ടേ ഇല്ല. കാരണം പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഭൂമി ഇല്ല, ഭൂമി കുറവ്. അതായത് IRE ഡ്രഡ്ജ് ചെയ്ത് അവർ മൈനിങ് ഏരിയ ആക്കി എടുത്തേക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഇതും പറ്റിയിട്ട് വെച്ചുള്ള ജോലിയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ സ്ഥലം. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുണ്ട്. ഇപ്പൊ ഈ ഡ്രഡ്ജിങ് നടക്കുമ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് റോഡ് സൈഡ് വരെ ഇങ്ങനെ ആളുകൾക്ക് പുനരധിവാസം കൊടുക്കേണ്ട ഭൂമിയാണ്. അവിടെ നമ്മൾ തെങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. IRE ആയിട്ട് തന്നെ IRE ഹരിത മിഷനും കൂടെ ചേർന്ന് തെങ്ങും തൈ വെച്ചിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോ അങ്ങനെ വെച്ചിരുന്നതിൽ ഇപ്പൊ ഡ്രഡ്ജ് വന്നപ്പോ കുറെ തെങ്ങ് ഇളകിപ്പോയി. വീണ്ടും അപ്പൊ അത് അവർ ഫില്ല് ചെയ്തിട്ട് തരന്ന് നമ്മൾ അപ്പുറത്തെ സൈഡ് അതുപോലെ ഫില്ല് ചെയ്ത് റോഡ് വരെയും വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്നതെല്ലാം ഞങ്ങൾ തന്നെ. 5 ദിവസം വെള്ളം ഒഴിക്കുമ്പോഴാണ് 1 ദിവസം കൂലി ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ തന്നു വെള്ളം ഒഴിക്കുന്നുള്ളൂ. 1 ദിവസം കൂലിയില്ല, 5 ദിവസം ഒഴിച്ചാൽ 1 ദിവസം കൂലി. അതെ, 5